ഹലോ, വെൽക്കം ടു അമ്മസ് ക്രിയേഷൻസ് കോമ്പറ്റീഷൻ. ആദ്യം ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഫാത്തിമ നസ്രീൻ, എറണാകുളം സ്വദേശിയാണ്. ഇന്നൊരു ടോപ്പാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഞാനിവിടെ ജോർജറ്റ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. 2.5 മീറ്ററാണ് മെറ്റീരിയൽ. ആങ്കർ ത്രെഡ് കോഡ് 080130. കട്ട് ബീഡ്സ് ആൻഡ് സ്റ്റോൺസ്. ഇനി ഡിസൈൻ കോപ്പി ചെയ്യാം. കാർബൺ പേപ്പർ യൂസ് ചെയ്ത്, ബ്ലാക്ക് കാർബൺ പേപ്പറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ഡിസൈൻ ടോപ്പിൻ്റെ സൈഡ് സ്ലിറ്റ് പോർഷനിലാണ് വരുന്നത്. ഡിസൈൻ്റെ ബ്ലൂ പ്രിൻ്റ് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാം. ആദ്യം ബ്രാഞ്ചസ് ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. പീച്ച് ആങ്കർ ത്രെഡ് കോഡ് 08 ആണ് യൂസ് ചെയ്യുന്നത്. 3 സ്ട്രാൻഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ആരി വർക്ക് ചെയ്ത് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടി ചെറിയ നീഡിൽ യൂസ് ചെയ്ത് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത്. ചെറിയ ഗ്യാപ്പ് ഇട്ടാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ ബ്രാഞ്ചസും ചെയിൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഫ്ലവർ ചെയ്യാം. സിംഗിൾ ഫ്രഞ്ച് നോട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന് ലൈറ്റ് ബ്ലൂ ആങ്കർ ത്രെഡ് കോഡ് 0130 ആണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ഫ്ലവറിൻ്റെ ബോർഡർ സിംഗിൾ ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്ത് ഫിൽ ചെയ്തെടുക്കാം. 6 സ്ട്രാൻഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. സിംഗിൾ ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. പൂവിൻ്റെ നടുക്ക് ഒരു സ്റ്റോൺ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. വീഡിയോ ക്ലിപ്പ് മിസ്സിങ് ആയതുകൊണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടില്ല.
അങ്ങനെ ബോർഡർ സിംഗിൾ ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്ത് ഫിൽ ചെയ്തു. ഇനി പൂവിൻ്റെ ഉള്ളിലും സിംഗിൾ ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്ത് നമുക്ക് ഫിൽ ചെയ്തെടുക്കാം. അങ്ങനെ ഫ്ലവർ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് സ്റ്റിച്ച് ചെയ്യാം. ബുള്ളി നോട്ടാണ് ലീഫ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. പീച്ച് ആങ്കർ ത്രെഡ് 6 strands ആണ് എടുത്തിരിക്കുന്നത്. 10 rounds ആണ് ചെയ്യുന്നത്. ഫിഷ് ബോൺ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ആദ്യം മിഡിൽ ഒരു ബുള്ളി നോട്ട് ചെയ്തിട്ട് ലെഫ്റ്റും റൈറ്റും മാറി മാറി ബുള്ളി നോട്ട് ചെയ്ത് ലീഫ് ഫിൽ ചെയ്ത് എടുക്കാം. ലീഫിൻ്റെ മെയിൻ വെയിൻ ലൈറ്റ് ബ്ലൂ യൂസ് ചെയ്താണ് ബുള്ളി നോട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ബാക്കി ലീഫും നമുക്ക് ഫിൽ ചെയ്തെടുക്കാം. ഇനി കുറച്ച് കട്ട് ബീഡ്സ് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഡബിൾ സ്റ്റിച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. നീഡിൽ നമ്പർ 9 ആണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റും ലാസ്റ്റ് ഫ്ലവേഴ്സ് മിക്സഡ് കളേഴ്സ് യൂസ് ചെയ്താണ് ഫിൽ ചെയ്തിരിക്കുന്നത്. ഈ വർക്ക് സ്ലിറ്റ് സൈഡ് പോർഷൻ ആയിട്ടും ചെസ്റ്റ് പോർഷൻ ആയിട്ടും സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ
ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.